സുധിലയത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരാണ്? തീർച്ചയായും അത് തങ്കച്ചൻ ആണ്, രേഷ്മയുടെ പിതാവ്. അതിനുശേഷം രണ്ടാം സ്ഥാനം മാത്രമേ രേണുസുധിക്ക് വരുന്നുള്ളൂ. അതിനുശേഷമേ കിച്ചുവിന് സ്ഥാനമുള്ളൂ. തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്ഥാനം, വീടിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സ്ഥാനം. വീട് ആരുടെ പേരിലാണ് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രായത്തിന്, അതുപോലെ തന്നെ ഒരു അമ്മ സ്ഥാനം, അച്ഛൻ സ്ഥാനം ഒക്കെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് നമ്മൾ. കിച്ചുവിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമായോ? സുധിലയം സ്പോൺസേഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച ബോർഡ് അവർക്ക് എടുത്തേ പറ്റൂ. കാരണം അവർ പബ്ലിസിറ്റി, അവിടെ സ്ഥിരമായവർക്ക് ഒരു പബ്ലിസിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കത് ഫിറോസ് എന്ന് പറഞ്ഞ നല്ല മാന്യനായിട്ടുള്ള മനുഷ്യന് മനസ്സിലായി. കഷ്ടപ്പെട്ടാലും കുറച്ച് ബുദ്ധിമുട്ടിയാലും അത് അവിടെ നിന്ന് എടുക്കുന്നതാണ് ബുദ്ധി. അതേപോലെ തന്നെ പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട. അതേപോലെ ആ വെള്ളം ചോർന്നിരുന്ന സ്ഥലം അത് റിപ്പയർ ചെയ്ത് കൊടുത്തു. അവർ വളരെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ ആ ബോർഡ് എടുക്കാനായിട്ട്, അതൊരു സെൻറ്റിമെൻ്റലാണ്. ആ ബോർഡ് എടുക്കാനായിട്ടുള്ള കാര്യത്തിൽ ഈ ലോകത്തൊന്നും ശരിയും തെറ്റൊന്നുമില്ല. ഏതാണ് അൾട്ടിമേറ്റായിട്ട് ശരി, ഏതാണ് തെറ്റ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോന്നാണ് ശരി. ഓരോരുത്തരെ സംബന്ധിച്ചുള്ള ശരികളുണ്ട്, തെറ്റുകളുണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് കിച്ചുവിൻ്റെ അനുവാദം ചോദിച്ചതാണ് അവിടെ ഒരു തെറ്റാണത്. കിച്ചുവിനെ ഇപ്പോൾ വീട് പണിത് കൊടുത്തു, ആ ബോർഡ് എടുത്തോ, ആ ബോർഡ് എടുത്തോ, ആ വീടെടുത്തോ, ആ വീടെടുത്തോ, അങ്ങനെ കിച്ചു പറയുള്ളൂ. കാരണം കിച്ചുവിന് ആ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തത്തിലേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ രേണുസുധി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കിച്ചുവിന് 200 രൂപയെ കൊടുക്കുന്നുള്ളൂ, 300 രൂപയെ കൊടുക്കുന്നുള്ളൂ, 500 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കിച്ചുവിൻ്റെ സൈഡ് നിന്നുകൊണ്ട് കുറേ പേര് പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് വന്ന് കണ്ടു. ഞാൻ ഒരു പഠിക്കുന്ന ചിലവൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ആ കുട്ടിയുടെ. ചെറിയൊരു പോക്കറ്റ് മണിയാ വേണ്ടോ? ആ കുട്ടിക്ക് എത്ര രൂപ കൊടുക്കണം? അപ്പോൾ ആ കുട്ടിക്ക് കൊടുത്തിരുന്ന പോക്കറ്റ് മണി കൂടുതലാണ്. സാധാരണ ഒരു കുട്ടിക്ക് അതിന് കിട്ടുന്ന പോക്കറ്റ് മണിയൊന്നും അല്ല. ഒരു 200 രൂപ 300 രൂപ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം കൂടുതലാണ്. ഞങ്ങളുടെ കിച്ചു എന്നൊക്കെ പറഞ്ഞ് പോക്കറ്റ് മണി കൊടുക്കുന്നു, കൂട്ടുകാരെ പഠിച്ചു പൊളിച്ചു കൊടുക്കാനായിട്ട് കാശ് കൊടുക്കുന്നു. ഇതൊക്കെ ശരിയാണോ? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിന് നമ്മൾ അഭിപ്രായം പറയുന്നു? നുണകൾ പറയുന്ന മാപ്രകളെ നിങ്ങൾ ശ്രദ്ധിക്കൂ. അസൂയ, രണ്ടാമത്തെ കാര്യം അസൂയ. രേണുസുധി പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ രേണുസുധിക്കെതിരെ മാപ്രകൾ നൽകിയിട്ടുള്ള ആ തംബ്ലൈൻസ് എല്ലാം നിരത്തി വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ട് രേണുസുധി ഇങ്ങനെ സംസാരിക്കുന്നു, പെരുമാറുന്നു എന്ന്. ആ തംബ്ലൈൻസ് അങ്ങോട്ട് വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.